വ്യവസായ ഭീമൻ ജോർജ് സോറോസുമായുള്ള ബന്ധത്തിൽ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ജോർജ് സോറോസ് ധനസഹായം നൽകുന്ന സംഘടനയുടെ കോ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ ആണെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന് കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം ജോർജ് സോറോസ് കോൺഗ്രസ് ബന്ധം വലിയ വിവാദമായിരിക്കെ ഇതിൽ മറുപടി പറയാനാകാതെ ഉഴലുകയാണ് കോൺഗ്രസ്. എന്തായാലും ജോർജ് സോറോസ് വിഷയത്തിൽ മൗനം തുടരുമ്പോൾ തന്നെ ഇവരുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. സ്ഥിരമായി ഭാരതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറോസുമായി ബന്ധം വച്ച് പുലർത്തുന്നതിലൂടെ കോൺഗ്രസിനും അതേ സമീപനം തന്നെയാണെന്നാണ് BJP ആരോപിക്കുന്നത്. രോഹിണി, തീർച്ചയായും വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ജോർജ് സോറോസുമായുള്ള ബന്ധം അത് ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകൾ സഹിതം പുറത്തു വന്നതോടുകൂടി ഈ വിഷയത്തിൽ മറുപടി പറയാനോ ചർച്ചയ്ക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള സോണിയയ്ക്ക് തന്നെ ജോർജ് സോറസുമായി നേരിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ സോറസ് ധനസഹായം ചെയ്യുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സോണിയയാണ് എന്ന വിവരങ്ങളും അതിന്റെ തെളിവുകളും റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് സ്ഥാനമാണ് സോണിയ വഹിക്കുന്നത്. ജോർജ് സോറസ് സാമ്പത്തിക സഹായം നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഫൗണ്ടേഷൻ, സോണിയ കോ പ്രസിഡന്റ് ആയിരിക്കുന്ന സോണിയാഗാന്ധി തലപ്പത്തിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാരതത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം തകർന്നു എന്ന പ്രചാരണം നടത്തുകയും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ഒപ്പം കശ്മീരിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ കശ്മീർ സ്വതന്ത്രമാക്കണമെന്ന പ്രചാരണം നടത്തുകയുമാണ് ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതായത് തുടർച്ചയായി ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സോണിയ കോ പ്രസിഡന്റ് ആയിട്ടുള്ള സോണിയ തലപ്പത്തിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ളത്. ആ ഫൗണ്ടേഷൻ ആകട്ടെ സാമ്പത്തിക സഹായം നൽകുന്നത് ജോർജ് സോറസ് ആണ്. ജോർജ് സോറസ് എന്ന അമേരിക്കൻ വ്യവസായ ഭീമന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഭാരതത്തിന്റെ സമ്പദ്ഘടന തകർക്കുന്നതിന്, അതിൽ ഇടപെടുന്നതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം ഏത് സമയങ്ങളിലും ഭാരതത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന് ഗൂഢാലോചന നടത്തുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനസഹായം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്, ഫൗണ്ടേഷനാണ് ജോർജ് സോറസിന് നേതൃത്വം നൽകുന്നത്. അതിന് വിവിധ വിദേശ രാജ്യങ്ങളുടെ സഹായവും ജോർജ് സോറസിനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പകൽ പോലെ വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് ജോർജ് സോറസുമായി, അല്ലെങ്കിൽ ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് സോണിയയാണെന്നും ആ സംഘടന തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നെങ്കിലും പാർലമെന്റിൽ ഒരു നിമിഷം പോലും നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാതെ പാർലമെന്റ് തടസ്സപ്പെടുത്തി, അതിന്റെ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിച്ചത്. അതിന് രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. BJP ആവശ്യപ്പെടുന്നത് ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും തുടർച്ചയായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണവേ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയതും അതുതന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം നടത്തിവരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, ഭാരതത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് കിരൺ റിജിജുവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഈ ആരോപണവും അതിന് പിറകെ പുറത്തു വന്നിട്ടുള്ള തെളിവുകളും റിപ്പോർട്ടുകളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ, ജോർജ് സോറസ് ധനസഹായം നൽകുന്നതും ആ ഫൗണ്ടേഷന്റെ തലപ്പത്ത് സോണിയ ഇരിക്കുന്നതും ആ ഫൗണ്ടേഷൻ തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെയും തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒപ്പം പ്രതിപക്ഷ മുന്നണിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം രൂപം കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ സോണിയയും രാഹുലും സ്വീകരിക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ചോദ്യം ഉയർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് പണം നൽകിയിട്ടുള്ളതും ജോർജ് സോറസ് ആണെന്ന ആരോപണം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭാരത് ജോഡോ യാത്രയിൽ സോറസുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. ഭാരത് ജോഡോ യാത്രയും ജോർജ് സോറസ് ഫണ്ടിംഗ് നൽകിയിട്ടുള്ള, ജോർജ് സോറസിന്റെ പണം കൊണ്ടാണ് നടത്തിയതെന്ന
ആരോപണവും പുറത്തുവരുന്നു. അതിന് പിറകെയായിരുന്നു രാഹുൽ വിദേശ വേദികളിൽ നിന്നുകൊണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളുടെ പരിപാടികളിൽ വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പോലും ഭാരതത്തെ വിമർശിക്കുകയും ഭാരതത്തിന്റെ ജനാധിപത്യം തകർന്നു എന്ന പ്രചാരണം നടത്തിയത്. തീർച്ചയായും ജിഷ്ണു, അതുതന്നെയാണ് ഭാരതവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ജോർജ് സോറോസുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം. അതിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.